സെബിയുടെ ഭാഗത്തു നിന്നുള്ള അടുത്തൊരു പണി മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓപ്ഷൻ ട്രേഡിംഗ് രംഗത്ത് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് സെബി. വീക്കിലി ഇൻഡെക്സ് എക്സ്പയറികൾ ഇനി അധിക കാലത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറിച്ച് 2 ആഴ്ച കൂടുന്ന സമയത്ത് 2 വീക്കിൽ ഒരു എക്സ്പയറി എന്നുള്ള നിലക്ക് എക്സ്പയറി ഡേകളെ മാറ്റി സെറ്റ് ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ് സെബി ഇപ്പോൾ. എന്തിനാണ് സെബി ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമായി വന്നിട്ടുള്ളത്? ഇങ്ങനൊരു തീരുമാനം നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് എന്തൊത്തോളം ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം നടക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിലവിലുള്ള സാഹചര്യം നമുക്കറിയാം. നമുക്ക് പ്രധാനപ്പെട്ട 2 എക്സ്ചേഞ്ചുകളുണ്ട്, NSE BSE. ഈ 2 എക്സ്ചേഞ്ചിനും 2 എക്സ്പയറി ഡേകളുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് 2 വീക്കിലി എക്സ്പയറികളാണ് ഉള്ളത്. ഇനി സെബിയുടെ ഭാഗത്തു നിന്നുള്ള ആലോചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ എക്സ്പയറികളും മേ ബി നിഫ്റ്റി, സെൻസെക്സ് എന്ന് പറയുന്ന 2 വീക്കിലി എക്സ്പയറികൾ, ഇവരോട് പറയുകയാണ് ഇനി നിങ്ങൾ വീക്കിലി ഒരു എക്സ്പയറി കൊടുക്കരുത്, മറിച്ച് 2 വീക്ക് കൂടുമ്പോൾ ഒരു എക്സ്പയറി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി നമുക്ക് 4 എക്സ്പയറി കിട്ടുന്ന സ്ഥാനത്ത് 2 എക്സ്പയറി ആയിട്ട് മാറും. അപ്പോൾ ആർക്കാണ് ഈ ഒരു തീരുമാനം ബുദ്ധിമുട്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പയറി ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി എക്സ്പയറി ഡേകളിൽ മാത്രം, അല്ലെങ്കിൽ എക്സ്പയറി ബേസ്ഡ് നിയർ എക്സ്പയറിയോട് കൂടിയിട്ട് ഓപ്ഷൻ സെല്ലിങ് പോലെ, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് നിമിഷം ഉണ്ടാവുന്ന ഒരു ഗാമ സ്പൈക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് സെബി കുറച്ച് കാലങ്ങളായി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിലുള്ള ട്രേഡിംഗ് വോളിയം കുറക്കാനുള്ള, എങ്ങനെ ഇത് കുറക്കാം എന്നുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകാം. നമുക്കറിയാം, ഒരു കാലത്ത് നമുക്ക് ദിവസവും എക്സ്പയറി ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 2 എക്സ്പയറികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് നമുക്കിപ്പോൾ വീക്കിലി ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി എന്നുള്ള നിലക്കായി. അങ്ങനെ ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ വീക്കിലി നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സ് എന്ന് പറയുന്ന 2 എക്സ്പയറികൾ മാത്രമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇനി ഈ ഒരു എക്സ്പയറി കൂടി വേണ്ട, 2 വീക്കിലും കൂടെ ഒന്ന് മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പയറി ബേസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ വോളിയം കൂടുക. പല ആളുകളും എക്സ്പയറി ബേസ്ഡ് മാത്രം ട്രേഡുകളിൽ എൻട്രി ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പയറി ഡേയിൽ ആൽഗോ ട്രേഡുകൾ, എക്സ്പയറി ബേസ്ഡ് ആയിട്ടുള്ള ആൽഗോ ട്രേഡുകൾ റൺ ചെയ്യുന്നു. ഇതൊക്കെ മാർക്കറ്റിലുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ എണ്ണം കൂട്ടുകയും തന്നെ അതുവഴി നമ്മുടെ അണ്ടർലൈൻ അസറ്റ് ആയിട്ടുള്ള നിഫ്റ്റിയിലും സെൻസെക്സിലും ഓപ്ഷൻസിൽ ഉണ്ടാവുന്ന കോൺട്രാക്റ്റുകളുടെ വോളിയം കൂടുന്നത് കാരണം ഇവിടെയും ഒരു മാർക്കറ്റ് വോളറ്റൈലായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ ന്യൂസൊക്കെ കേട്ടു, എക്സ്പയറി ഡേകളിൽ വന്നിട്ട് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടും ഒരു ഹെൽത്തി സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള വോളിയവും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിലുള്ള വോളിയവും തമ്മിലൊരു ഹെൽത്തി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി NSEയിലൊക്കെ ഉണ്ടാകുന്ന ഡെറിവേറ്റീവ് ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറിൽ മേ ബി നമ്മളുടെ ഒരു നിഫ്റ്റി എന്ന് പറയുന്ന ആ ഇൻഡെക്സിനെ തന്നെ, മേ ബി നമ്മുടെ എക്കണോമിനെ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഒരുപാട് നടപടികൾ എടുത്തു. അതിൻ്റെ തുടർച്ചയായി എന്നോളാണ് ഈ ഒരു നടപടികളും മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ വീക്കിലി എക്സ്പയറി ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് വീക്കിലി എക്സ്പയറികൾ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അവരുടെ ആ ഒരു നമ്പർ ഓഫ് എക്സ്പയറി ഡേകൾ കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ നമ്പർ ഓഫ് ട്രേഡിനെ എഫക്റ്റ് ചെയ്യും, അവരുടെ പ്രോഫിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. എന്നാലും സെബി എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പയറി ബേസ്ഡ് ഉണ്ടാവുന്ന എക്സ്പയറി ഡേകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പയറി ബേസ്ഡ് ട്രേഡുകൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വോളറ്റാലിറ്റി കുറയാനും മാർക്കറ്റ് കുറച്ചും കൂടെ ഒക്കെ സമാധാനമായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് സമാധാനമായിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ്. മേ ബി ഈ വീക്കിലി എക്സ്പയറി മാറ്റിയിട്ട് 2 വീക്കിൻ്റെ എക്സ്പയറി പിടിക്കണം. മാർക്കറ്റ് സമാധാനമായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെയൊക്കെ സമാധാനമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിനെതിരെ സെബി നടപടി എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ വോളിയം, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ വോളിയൊക്കെ ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അതിന് അറൗണ്ട് ഒരുപാട് റെഗുലേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ റെഗുലേഷൻ വരുന്ന സമയത്ത് നമുക്കതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ എക്സ്പയറി ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ, കുറച്ചും കൂടെ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്ന ആളുകൾ കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഇനി ഈ ഒരു തീരുമാനം വരാനുള്ള
സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ തന്നെ സെബി ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ വോളിയം കുറക്കാനായിട്ട്. അതൊക്കെ ഫലപ്രദമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂ, ജെയിൻ സ്ട്രീറ്റിനെ ബാൻ ചെയ്തതോടുകൂടി തന്നെ അതിനുശേഷം ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ വോളിയം ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കിയാലേ അറിയാം നമ്മുടെ നിഫ്റ്റിയൊക്കെ കുറച്ചും കൂടെ ഒക്കെ സമാധാനമായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സെബി ഇതൊരിക്കലും ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. ഇതിനെ അറൗണ്ട് സെബി വാച്ച് ചെയ്യാണ്. ഇനിയും കാര്യമായിട്ട് ട്രേഡിംഗ് വോളിയം കുറഞ്ഞിട്ടില്ല എങ്കിൽ മാത്രമൊക്കെയുള്ളൂ ഈ ഒരു തീരുമാനം കൊണ്ടുവരാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം NSEന്റെ വരുമാനം കുറയും, എക്സ്ചേഞ്ചുകളുടെ വരുമാനം കുറയും, ബ്രോക്കേഴ്സിൻ്റെ വരുമാനം കുറയും. അങ്ങനെ ഒട്ടുമിക്ക ആളുകൾക്കും എന്താ പറയുക അവരുടെയൊക്കെ റവന്യൂവിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ താരതമ്യേന ട്രേഡിംഗ് വോളിയം കുറച്ചും കൂടെ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ന്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ട്രേഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും? ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവും. നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.